UDF മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ യഹിഖാൻ തലക്കലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇത്തവണ മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് ഭരണം നിലനിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഇത്തവണ എന്നല്ല, എല്ലാ കാലത്തേക്കും മൂപ്പനാട് UDFന്റെ ഒരു പുന്നാപുരം കോട്ടയാണ്. 17 സീറ്റുകളാണ് ഇവിടെ പഞ്ചായത്തിലേക്കുള്ളത്. ആ 17 വിജയിച്ച് ഈ വരുന്ന 13-ാം തീയതി വടുവഞ്ചാലിൽ ഞങ്ങൾ ഗംഭീര ആഹ്ലാദ പ്രകടനം നടത്തും. ഓക്കെ, അതേപോലെ ഇപ്പോൾ കുറച്ച് ആശയക്കുഴപ്പമുള്ള ഒരു വാർത്തയായിട്ട് മുന്നിലുള്ളത്, വിവാദപരമായ ഒരു വാർത്തയായിട്ട് മുന്നിലുള്ളത് ശ്രീ ജഷീർ പള്ളിവേലിൻ്റെ വിഷയമാണ്. നമുക്കറിയാം, കോൺഗ്രസിൽ നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു ഇത് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമതനായി മത്സരിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് ആ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? UDFും ഇന്റർനാഷണൽ കോൺഗ്രസും തികഞ്ഞും ജനാധിപത്യപരമായ സമീപനം സ്വീകരിക്കുന്ന പാർട്ടികളാണ്. ആ പാർട്ടിക്കുള്ളിൽ ആർക്കും അവരുടെ അവകാശവാദം അതിൻ്റെ അവസാന നിമിഷം വരെ ഉന്നയിക്കാവുന്നതാണ്. അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം മാത്രമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ പോരാട്ടത്തെ ഞങ്ങളൊക്കെ കാണുന്നത് ജനാധിപത്യ മര്യാദയുള്ള ഒരു പോരാട്ടമായി മാത്രമാണ്. ജഷീർ UDFന്റെ ഒരു മുന്നണി പോരാളിയാണ്. പ്രത്യേകിച്ച് മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിലെ യുവാക്കൾക്കിടയിൽ ഏറ്റവും നല്ല ഹരമായിട്ടുള്ള ഒരു ഹീറോ ആയിട്ടുള്ള ഒരാളാണ്. ആ ഒരു വ്യക്തിത്വം UDFന്റെ പ്രവർത്തനങ്ങൾക്ക് അതിശക്തമായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാകും. യാതൊരു ആശയക്കുഴപ്പവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിലോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിലോ മുന്നണിയിലോ യാതൊരുവിധ ക്ഷീണവും ഉണ്ടാക്കാൻ പോകുന്നില്ല. മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിലെ 17 സീറ്റിലും വിജയിച്ച് ഇത്തവണ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് യഹിഖാൻ തലക്കൽ. മുഹമ്മദ് ദാനിഷ്, ന്യൂസ് 1, വടുവഞ്ചാൽ.